വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അക്കൗണ്ട്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫൈനൽ അക്കൗണ്ട് സെക്കൻഡ് സ്റ്റെപ്പായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് ട്രേഡിംഗ് റിസൾട്ട്. All indirect expenses are debited in the profit and loss account. All indirect incomes are credited in profit and loss. If the credit side exceeds debit side, the result will be net profit. If the debit side exceeds credit side, the result will be net loss. Net profit should be added with the capital in the balance sheet. Net loss must be deducted from the capital in the balance sheet. ബിസിനസ്സിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് നെറ്റ് ലോസ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ക്രെഡിറ്റ്സ് എൻട്രി ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുന്നു. നെറ്റ് ലോസ് ആണ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർമാറ്റിലേക്ക് നീങ്ങാം. ടു സൈഡ്സ് ആണ് വരുന്നത് അക്കൗണ്ട്സിന്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് വരുന്നത് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ്, സാലറീസ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പ്രിൻറ്റിംഗ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലിഗ്രാം, ടെലിഫോൺ ചാർജസ്, ഓഫീസ് ലൈറ്റിംഗ്, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീസ്, ഇൻഷുറൻസ് ചാർജസ്, ജനറൽ എക്സ്പെൻസ്, സൺഡ്രി എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതിന് തൊട്ട് മുമ്പ് ഫസ്റ്റ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്യണം. റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻകം ഫ്രോം ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആണ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബാഡ് ഡെബ്റ്റ്സ് റിക്കവർഡ്, പ്രീവിയസ് ഇയർ ബാഡ് ഡെബ്റ്റ്സ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ്, അഡ്വർടൈസിങ്, ട്രാവലിംഗ് എക്സ്പെൻസ്, കമ്മീഷൻ, ബാഡ് ഡെബ്റ്റ്സ്, ക്യാരേജ് ഔട്ട്വേഡ്, ഗോഡൗൺ റെൻറ്റ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലോസ് ബൈ ഫയർ. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡ് ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതണം. ക്രെഡിറ്റ് സൈഡിലാണ് ഡെബിറ്റ് സൈഡ് എമൗണ്ട് കൂടെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് എഴുതേണ്ടത് ബൈ നെറ്റ് ലോസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതണം. നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്താലോ. From the following figures, prepare profit and loss account. Thomas and Sons for the year ended 31st March 2024. Gross profit 15,000, printing charges 750, salaries 5,000, carriage outward 500, commission paid 1,000, interest received 2,000, bad debts 500, insurance charges 400, discount allowed 650, discount received 750, advertisement 440. ഹെഡിങ് എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് 31st March 2024 ആണ്. ഫസ്റ്റ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ആവാൻ 15,000. പ്രിൻറ്റിങ് ചാർജസ് എക്സ്പെൻസുകളാണ്. ഡെബിറ്റ് സൈഡിൽ എഴുതുക 750. സാലറീസ് എക്സ്പെൻസ് 5,000. ക്യാരേജ് ഔട്ട്വേഡ് എക്സ്പെൻസ് 500. കമ്മീഷൻ പെയ്ഡ് എക്സ്പെൻസ് 1,000. ബാഡ് ഡെബ്റ്റ്സ് എക്സ്പെൻസ് 500. ഇൻഷുറൻസ് ചാർജസ് എക്സ്പെൻസ് 400. ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് 650. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് 440. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയ ഇൻകം ആയതുകൊണ്ട് 2,000. ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകമാണ് 750. രണ്ട് സൈഡിലും സെപ്പറേറ്റ് കൂട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഏതാണോ അവിടെയാണ് രണ്ട് സൈഡും ടോട്ടലായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡിലാണ് 17,750, അതാണ് രണ്ട് സൈഡും ടോട്ടൽ എഴുതുന്നത്. ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കുറവാണ്, അത് ബാലൻസ് എഴുതുന്നു. ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് 8,510. ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമ്പോൾ ഓക്കെ. താങ്ക് യു.